ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു സ്നാക്കായിട്ടും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ്. അതെന്താണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഇതുപോലൊരു മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ പച്ചരിയും ഉഴുന്ന് ഉലുവ പിന്നെ ഇതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ മാവ് ഉണ്ടാക്കൂലേ, അതുപോലെ തയ്യാറാക്കി എടുത്തതാണ് ഞാൻ. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ മാവ് തയ്യാറാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കേണ്ടതെന്ന് വിചാരിച്ചത്. അതിൻ്റെ കൂടെ ഞാൻ തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്, കുട്ടികൾക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഒരു 4 മണിക്കൂർ ഒക്കെ കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്തതിന് ശേഷം 8 മണിക്കൂർ ഫെർമെൻ്റ് ആവാൻ വെച്ചിരിക്കുന്ന മാവാണിത്. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതാണ്. അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിനെ കൊണ്ട് ഒരു കുഞ്ഞു ദോശയായിട്ടൊക്കെ നമ്മൾ ചുട്ടെടുത്താൽ കുട്ടികൾ എളുപ്പത്തിൽ കഴിക്കും. അവർക്കതൊരു പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കുഞ്ഞു രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുട്ടികൾക്ക് വളരെ വ്യത്യസ്തമായ രീതിയിലൊക്കെ കൊടുക്കുമ്പോൾ അവർ പ്രത്യേകം കഴിച്ചുകൊള്ളും, എപ്പോഴും കൊടുക്കുന്ന ഒരു രീതിയിലല്ലാതെ. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതുപോലെ കുഞ്ഞു രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലായി ഒരല്പം നെയ്യും കൂടെ തൂക്കിക്കൊടുക്കുക കേട്ടോ. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും മതി, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ കണ്ടോ, നമ്മുടെ ദോശ ചെറിയ ദോശ ആയി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് എടുത്തു മാറ്റാം. ഒരിക്കൽ കൂടെ നമുക്ക് അതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. ഇതുപോലെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ. ഞാനെല്ലാം ഇവിടെ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞു ഐഡിയകളൊക്കെ എല്ലാ അമ്മമാർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇതുപോലെ ചെയ്തപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ കണ്ടോ, കുഞ്ഞു ദോശ കണ്ടോ, കുഞ്ഞിനെ പോലത്തെ എന്നൊക്കെ പറയുമ്പം കഴിച്ചുകൊള്ളും. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തെന്നേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. താങ്ക് യു.